മേഖലയിലെ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംരംഭത്തിന്റെ ഈ കമ്പനിയുടെ പ്രവർത്തനത്തിനെ ഒന്ന് ചെറുതായിട്ടൊരു മാനേജ്മെന്റ് കോണിലൂടെ നോക്കിയപ്പോൾ വളരെയധികം ആകാംക്ഷയും അതിലേറെ അത്ഭുതവും തോന്നിയ ഒരു സംരംഭമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞങ്ങളൊക്കെ ഇപ്പോഴും മാനേജ്മെന്റ് സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ LLP, സിംഗിൾ ഓണർഷിപ്പ്, പ്രൊപ്പറൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്സുകൾ, പിന്നെ MSME ഇതുപോലുള്ള പല കാര്യങ്ങൾ, കോഓപ്പറേറ്റീവ്സ്, ഇതിനെപ്പോലത്തെ പല കാര്യങ്ങൾ, പല മോഡലുകൾ ഞങ്ങൾ ഇപ്പോഴും പറയുമ്പോഴും എനിക്ക് തോന്നുന്നില്ല ഞങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ, മാനേജ്മെന്റ് പാഠപുസ്തകങ്ങളിൽ മൈക്രോ ഓൺടർപ്രണേഴ്സിന്റെ ഒരു കോഓപ്പറേറ്റീവ് എന്ന ഒരു മോഡൽ ഇതുവരെ ഞങ്ങളുടെ പാഠപുസ്തകത്തിൽ ഇല്ല. മേ ബി എൻ്റെ ഒരു ആദ്യത്തെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഈ മോഡല് ഞങ്ങൾക്ക് കുറച്ചുകൂടെ പഠിക്കാനും ഇതിലൂടെ ഭാവിയിൽ വരുന്ന മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്ക് ഇതൊരു പാഠവസ്തുവായിട്ട് മാറാനും ഉപകരിക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് ഒന്ന് സഹായിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. കാരണം ഇത് പഠിച്ചിരിക്കേണ്ട ഒരു മോഡലാണ്. എനിക്ക് തോന്നുന്നില്ല ലോകത്ത് എവിടെയെങ്കിലും ഒരു മൈക്രോ ഓൺടർപ്രണർഷിപ്പിന്റെ 6000-ഓളം മൈക്രോ ഓൺടർപ്രണേഴ്സ് വരുന്ന ഒരു കോഓപ്പറേറ്റീവ് ഉള്ളതായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കൂട്ടായ്മ കൊണ്ടുവരികയും ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട്, കൂട്ടായ്മകൾ പലപ്പോഴും ഉണ്ടായെങ്കിലും വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. ഏതാണ്ട് 2 പതിറ്റാണ്ടുകളോളം വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇത് നടത്താൻ മുന്നോട്ട് കൊണ്ടുപോയ ഓരോ സംരംഭകർക്കും ഈ കമ്പനിക്കും ആദ്യമേ എൻ്റെ ഭാവങ്ങൾ നേരിടുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ISP മേഖലയിൽ 6ാമത്തെ ഇന്ത്യയിലെ 6th ലാർജസ്റ്റ് ISP ആണ് ഇന്ന് നിങ്ങളുടെ സ്ഥാപനം. അതുപോലെ MSO മേഖലയിൽ ഇന്ത്യയിലെ 5ാമത്തെ വലിയ സ്ഥാപനമാണ്. 18 വർഷത്തിനുള്ളിൽ ഇത്രയധികം നേട്ടങ്ങൾ കേരളത്തിൽ മാത്രം ഒതുങ്ങിക്കൊണ്ട് നിൽക്കുക എന്ന് പറയുന്നത് അഗെയിൻ ഇറ്റ് ഇസ് നോട്ട് മാനേജ്മെന്റ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് കൂടി ഒരു കർവ് ഉണ്ട് നമ്മുടെ ഗ്രോത്തിന് എല്ലായ്പ്പോഴും. അതിനൊരു ഫോർമേഷൻ, സ്റ്റെബിലൈസേഷൻ, ഗ്രോത്ത് എന്ന് പറഞ്ഞ കർവ് എടുക്കുന്നതിന് കുറച്ചധികം നാളുകൾ എടുക്കുന്ന ഒരു കർവാണ്. പക്ഷെ ഈ 18 വർഷത്തിനുള്ളിൽ 1000 കോടിയിലധികം റവന്യൂ ഇനത്തിലെത്തുകയും പ്രവർത്തിക്കുന്ന സ്ഥാപന മേഖലകളിൽ ടോപ്പ് 5 അല്ലെ ടോപ്പ് 6 എത്തുക എന്ന് പറയുന്നത് വളരെ അപൂർവങ്ങളായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ 2 കാര്യങ്ങളാണ് ഞാൻ ഏറെ കൗതുകത്തോടു കൂടി ഞാൻ ഇവിടെ ഒബ്സർവ് ചെയ്തത്. ഇതിന് ഇങ്ങനൊരു അവസരത്തിൽ എന്നെ വിളിക്കുകയും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചും വന്നിട്ടുള്ള എല്ലാവർക്കും, എന്നെ ഇവിടെ സ്വാഗതം ചെയ്ത എല്ലാവർക്കും ഞാൻ ആദ്യമേ നന്ദിയും കൂടെ പറഞ്ഞുകൊള്ളുകയാണ്. ഞാൻ പലപ്പോഴും ഇവിടെ വന്നപ്പോൾ ഞാൻ ചോദിക്കണമെന്നുണ്ടായിരുന്ന ഒരു ചോദ്യത്തിന് എനിക്ക് തോന്നുന്നു അധ്യക്ഷ പ്രസംഗത്തിൽ ശ്രീ പ്രവീൺ മോഹൻ സർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ട് കേരള വിഷൻ കേരളത്തിന് പുറത്തു പോയിക്കൂടാ? ഐ തിങ്ക് യു ഓൾറെഡി ഹാവ് എ പ്ലാൻ, റൈറ്റ്? വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലാനാണ്. നമുക്കറിയാം, ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് കുറച്ച് ഈ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെക്നോളജി മാനേജ്മെന്റ് കാര്യങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസും അതിനോടനുബന്ധിച്ചുള്ള ചില ചാലഞ്ചസുകളുമാണ്. അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതിനാണ്. ഒരു 15 മിനിറ്റോളമാണ് എനിക്ക് അനുവദിച്ചിട്ടുള്ള സമയം. നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ നമ്മുടെ മനുഷ്യന്റെ ബേസിക് നീഡ്സ് എന്ന് പറയുന്ന 3 കാര്യങ്ങളായിരുന്നു, അല്ലെ? എന്തൊക്കെയായിരുന്നു? ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോത്ത്, അല്ലെ? വസ്ത്രം, പാർപ്പിടം, ഭക്ഷണം. ഈ 3 കാര്യങ്ങളായിരുന്നു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ബേസിക് നീഡ് എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു കുട്ടിയുടെ അടുത്ത് നിങ്ങളുടെയൊക്കെ തന്നെ മക്കളോടോ അല്ലെങ്കിൽ എന്താണ് പറയുക, അയൽപക്കത്തുള്ള കുട്ടികളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 3 ബേസിക് നീഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഈ 3 പറഞ്ഞൊന്നും വരില്ല. പക്ഷേ ഒരു കാര്യം എന്തായാലും പറയും, വൺ ഓഫ് ദ ബേസിക് നീഡ്സ് ഫോർ ദ യങ് ജനറേഷൻ എന്ന് പറയുന്നത് ഡേറ്റയാണ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇന്നത്തെ ജനറേഷൻ 4 ബേസിക് നീഡ്സ് ആണുള്ളത്. 3 ഓൾറെഡി ഉള്ളതാണ്, വർഷങ്ങളായിട്ടുള്ളതാണെങ്കിൽ 4ാമത്തെ ബേസിക് നീഡ് എന്ന് പറയുന്നത് ഡേറ്റയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡേറ്റ റെവല്യൂഷൻ ആണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. 1-2 സ്റ്റാറ്റിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും അധികം പെർ പേഴ്സൺ ഇന്റർനെറ്റ് യൂസേജ് നോക്കുവാണെങ്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്, ചൈനയെക്കാട്ടിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യക്കാരാണ്. ഓക്കെ, അതായത് പെർ പേഴ്സൺ യൂസേജ് ഓഫ് ഇന്റർനെറ്റ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഇന്ത്യയാണ്. ആ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് യൂസേജ്, മൊബൈൽ പെൻട്രേഷനും ഉള്ള സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്, റൈറ്റ്? അപ്പം ദാറ്റ് ഈസ് ഒരു ഡേറ്റ പോയിന്റ്. 2, കണ്ടന്റ് ക്രിയേഷൻ. ഡേറ്റയോടൊപ്പം ഡേറ്റയെ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ടാണ്. ലോകത്തിൽ ഏറ്റവും അധികം കണ്ടന്റ് ക്രിയേഷനിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കണ്ടന്റ് ക്രിയേഷൻ പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ യൂട്യൂബാണ്. ലോകത്തിൽ ഏറ്റവും അധികം യൂട്യൂബ് വരിക്കാരും യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യക്കാരാണ്.
ഏതാണ്ട് 490 മില്യൺ, അതായത് 49 കോടിയോളം ആളുകളാണ് യൂട്യൂബ് യൂസേഴ്സ് ആയിട്ട് ഇന്ത്യയിൽ നിന്നുള്ളത്. ആൻഡ് വി പ്രൊഡ്യൂസ് ദ മാക്സിമം കണ്ടന്റ് ഇൻ ദിസ് വേൾഡ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഡേറ്റ പോയിന്റ് പറയാൻ കാരണം ഇത് നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, റൈറ്റ്? നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി അല്ലെങ്കിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന കേബിൾ വിഷൻ കണക്ടിവിറ്റി ആണ് ഇതിന്റെ ഒരു ബാക്ക് ബോൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. വേറൊരു ഇമ്പോർട്ടന്റ് ഡേറ്റ പോയിന്റ് നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മുടെ കോവിഡ് കാലത്ത് നിങ്ങൾ നൽകിയ സ്തുത്യർഹമായ സേവനത്തെ കുറിച്ച് പറയുകയുണ്ടായി. ഒരിക്കൽ കൂടി അതിനും അഭിനന്ദനം പറയുകയാണ്. ബട്ട് അതോടൊപ്പം തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും അഗെയിൻ മാനേജ്മെന്റ് ടേംസിൽ ഞങ്ങൾ പറയുന്ന ഒരു പ്രധാന ഒരു ഫിനോമിനൻ ഉണ്ട്. അതിനെ ബട്ടർഫ്ലൈ ഇഫക്റ്റ് ആണെന്ന് പറയുന്നത്. ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോൺ കാടുകളിലെ ബട്ടർഫ്ലൈസ് എല്ലാം കൂടെ ഫ്ലട്ടർ ചെയ്യുന്നതിന്റെ ഇമ്പാക്ട് ആഫ്രിക്കയിൽ ടൊർണാഡോ ആയിട്ട് രൂപീകരിക്കപ്പെടാം, അല്ലെങ്കിൽ ആഫ്രിക്കൻ ക്ലൈമറ്റിനെ ഇമ്പാക്ട് ചെയ്യാന്നുള്ളതാണ് ഒരു നാച്ചുറൽ ഫിലോസഫി. ഓക്കെ, അതാണ് ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്തുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മൂവാറ്റുപുഴയിലോ അല്ലെങ്കിൽ കുറ്റിയാടിയിലോ അല്ലെങ്കിൽ ഇടുക്കിയിലോ ഇരുന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന വർക്ക് ഫ്രം ഹോമിലൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടെക്നോളജിസ്റ്റ് ആയിരിക്കാം ജർമ്മനിയിലെ യൂറോസ്റ്റാർ പോലുള്ള ഹൈ സ്പീഡ് ട്രെയിനിന്റെ മോണിറ്ററിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ സംഭവിക്കുന്ന ബട്ടർഫ്ലൈ